ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു കിടിലൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കറാണ് നിർമ്മിക്കാൻ പോകുന്നത്. വെറും ബ്ലൂടൂത്ത് മാത്രം കണക്ട് ചെയ്യുന്നതല്ല, അതിൽ USB പോർട്ട് ഉണ്ട്. അതേപോലെ നമുക്ക് മെമ്മറി കാർഡ് ഡയറക്റ്റ് ആയിട്ട് അതിൽ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഓക്സ് കേബിൾ നമുക്ക് അതിൽ കുത്തിയിട്ട് നമുക്ക് പുറത്തുള്ള നമ്മളെ മൊബൈലിലൊക്കെ പാട്ടുകളൊക്കെ അതിൽ കേൾക്കാനൊക്കെ സാധിക്കും. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിലെ മെറ്റീരിയൽസ്, അതായത് ഇതിൻ്റെ ബോർഡ്, 2 ബോർഡുകൾ വരുന്നുണ്ട്. ആ ബോർഡുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിൽ കയറിയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കുന്നത് ഈ ഒരു കേസിലാണ്. ഇത് ചാർട്ടൊക്കെ കംപ്ലൈൻ്റ് ആവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ഫാൻസികളിൽ നിന്നോ അല്ലെങ്കിൽ ബുക്ക് സ്റ്റാളുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു കേസാണിത്. അപ്പോൾ ഇതിലാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഐഡിയ അനുസരിച്ച് ഏത് കേസിലും നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ സർക്യൂട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ടുള്ള കണക്ഷനുകൾ കൊടുത്താൽ മാത്രമേ ഇത് ഒരു സക്സസ് ആയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആക്കിയിട്ട് മാറ്റാൻ കഴിയുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് നിർമ്മിക്കുന്നത്. ഇത് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കണ്ടാൽ മാത്രമേ ഇതിൻ്റെ സർക്യൂട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുക. ബ്ലൂടൂത്ത് സ്പീക്കറിന് ആവശ്യമായ മെയിൻ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലൂടൂത്ത്, USB കാർഡ്, അതേപോലെ തന്നെ FM എന്നിവ റീഡ് ചെയ്യുന്ന മെയിൻ ബോർഡാണ് ഈ കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ഒരു റിമോട്ടും വരുന്നുണ്ട്. ഈ ഒരു ബോർഡിൽ 2 പിന്നുകളാണ് വരുന്നത്. ഈ 3 വയറുകൾ ഇതിൽ നിന്നും ശബ്ദത്തിനായി പുറത്തേക്ക് വരുന്ന ഔട്ട്പുട്ടാണ്. ഈ റെഡ് വയർ FMൻ്റെ ആൻറ്റിനയായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിൽ കാണുന്ന 2ാമത്തെ പിന്നായിട്ടുള്ള ഡബിൾ വയർ വരുന്ന ആ ഒരു പിന്നിലേക്ക് നമ്മൾ 5 വോൾട്ട് കൊടുത്താൽ മാത്രമേ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു കുഞ്ഞു ബോർഡാണ് ഇതിൻ്റെ ആംപ്ലിഫയർ ബോർഡ്. ഇതിലേക്കും 5 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിലേക്കും നമ്മൾ 5 വോൾട്ടാണ് കൊടുക്കേണ്ടത്. ഇതിൽ 2 ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ വേണമെങ്കിൽ 2 സ്പീക്കറുകൾ ഒരേ സമയം ഘടിപ്പിക്കാവുന്നതാണ്. ഈ ഒരു കണക്ഷൻ ഇതിലേക്ക് ഇൻപുട്ട് നൽകേണ്ട കണക്ഷനാണ്. അടുത്തതായിട്ട് ഇതിൽ നിന്നും സൗണ്ട് നൽകാനായിട്ട് ഒരു ചെറിയ സ്പീക്കർ നമുക്ക് ആവശ്യമാണ്. ഒരു 4 ഓം വരുന്ന ഒരു സ്പീക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിന് പവർ നൽകാനായിട്ട് ഒരു 4 വോൾട്ട് 2Ah ബാറ്ററിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബാറ്ററിയെ ചാർജ് ചെയ്യാനായിട്ട് ഒരു സോക്കറ്റും എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മൊബൈൽ ചാർജർ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സോക്കറ്റാണ്. ഇനി നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ നിർമ്മാണം ആരംഭിക്കാം. ഇപ്പോൾ ഞാൻ ഈ കേസിൽ നമ്മുടെ USB ബോർഡിനെ കറക്റ്റായിട്ട് ഇതിൽ ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നമ്മുടെ ചാർജിങ് പോർട്ടിനെയൊക്കെ ഇതിലേക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമുള്ള ഹോളുകൾ ഇടുകയാണ് ആദ്യം ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് നമ്മൾ ഓരോ ബോർഡും കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്ന രീതിയിൽ ആദ്യം അതിൽ അടയാളം ഇട്ടുകൊണ്ട് വേണം ഇതിൽ ഹോൾസുകൾ ഇടേണ്ടത്. നമുക്കിനി ഇതിൽ സ്പീക്കർ ഘടിപ്പിക്കണം. ഉള്ളിലാണ് സ്പീക്കർ ഘടിപ്പിക്കുന്നത്. അപ്പോൾ ആ സ്പീക്കറിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയ ചെറിയ ഹോൾസുകൾ ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ ചാർജിങ് പോർട്ട് ഘടിപ്പിക്കാനും ഇനിയൊരു ഹോൾ ഇടുകയാണ് ഞാൻ. ഇനിയൊരു സ്വിച്ച് കൂടെ ഘടിപ്പിക്കുകയാണ്. ആ സ്വിച്ചിന് കൂടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അയൺ ഉപയോഗിച്ചാണ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കണക്ഷനുകൾ നൽകുകയാണ്. ആദ്യം തന്നെ ആംപ്ലിഫയർ ബോർഡിലേക്കുള്ള കണക്ഷനുകളാണ് പൂർത്തിയാക്കുന്നത്. ആംപ്ലിഫയർ ബോർഡിലേക്ക് നൽകേണ്ട ഇൻപുട്ട് നൽകുകയാണ് ആദ്യം ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ 3 വയറുകൾ, ഒന്ന് ലെഫ്റ്റ് ഇൻപുട്ടിലേക്കും ഒന്ന് റൈറ്റ് ഇൻപുട്ടിലേക്കും നടുവിലത്തെ വയർ ഇതിൻ്റെ ഗ്രൗണ്ടിലേക്കുമാണ് നൽകേണ്ടത്. ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ് ഉദ്ദേശിക്കുന്നത്.
അങ്ങനെ നമ്മുടെ ആംപ്ലിഫയർ ബോർഡിലേക്കുള്ള ഇൻപുട്ട് നൽകി കഴിഞ്ഞു. ഇനി ചാർജിങ് സോക്കറ്റാണ് ഘടിപ്പിക്കുന്നത്. അപ്പോൾ ചാർജിങ് സോക്കറ്റ് കൊടുക്കുമ്പോൾ ഒരു ഡയോഡ് വഴി ചാർജിങ് സോക്കറ്റിൻ്റെ പോസിറ്റീവിൽ നിന്നും പോകുന്ന കണക്ഷൻ ഒരു ഡയോഡും കൂടെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം കൊടുക്കാൻ. നമ്മുടെ ബാറ്ററിക്കോ ബോർഡിനോ കംപ്ലൈൻറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അങ്ങനെ ചാർജിങ് സോക്കറ്റ് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ കേസിലേക്ക് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് സ്വിച്ചും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ കൊടുക്കുകയാണ്. ചാർജിങ് പോർട്ടിൽ നിന്നും വരുന്ന പോസിറ്റീവും നെഗറ്റീവും വയറുകൾ ഡയറക്റ്റായിട്ട് തന്നെ ബാറ്ററിയിലേക്ക് ഞാൻ കണക്ട് ചെയ്യുകയാണ്. അതിനോട് കൂടെ തന്നെ സ്വിച്ചിൻ്റെ ഒരു വയറും ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് നൽകുന്നുണ്ട്. ഇനി ചാർജിങ് പോർട്ടിൽ നിന്നും വരുന്ന നെഗറ്റീവ് വയർ മറ്റൊരു വയറും കൂട്ടിയിട്ട് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് നൽകുക. ഇപ്പോൾ എനിക്ക് ഇവിടെ ഒരു സ്വിച്ചിൽ നിന്ന് വരുന്ന ഒരു വയറും, അതായത് പോസിറ്റീവ് വയർ സ്വിച്ചിൽ നിന്നും വരുന്നുണ്ട്, അതേപോലെ തന്നെ ബാറ്ററിയിൽ നിന്നും വരുന്ന നെഗറ്റീവ് വയറും ഇവിടെ ബാക്കിയായിട്ടുണ്ട്. ഈ വയറാണ് നമ്മളിനി ഈ ഒരു നമ്മുടെ ബോർഡിൻ്റെ കണക്ഷനിലേക്ക് നൽകുക. ഇപ്പോൾ ബാറ്ററി എല്ലാം ഇളകിപ്പോരാത്ത രീതിയിൽ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുകയാണ് ഞാൻ. ഇപ്പോൾ ബാറ്ററിയിൽ നിന്നും വരുന്ന നെഗറ്റീവ് വയറും സ്വിച്ചിൽ നിന്നും വരുന്ന പോസിറ്റീവ് വയറും രണ്ട് ബോർഡുകളിലേക്കും പോസിറ്റീവും നെഗറ്റീവും മാറാതെ തന്നെ സോൾഡർ ചെയ്ത് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ആംപ്ലിഫയർ ബോർഡൊന്ന് ഇൻസുലേറ്റ് ചെയ്ത് വെക്കുകയാണ്. മറ്റുള്ള കണക്ഷനുകളിൽ തട്ടി ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കണക്ഷനുകളെല്ലാം പൂർത്തിയായി. ഇനി നമ്മുടെ മെയിൻ ബോർഡ് ഇതിൽ കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഇതിനിടയിൽ സ്പീക്കറിന് വേണ്ടി ഹോൾസ് ഇട്ട ഭാഗത്ത് സ്പീക്കർ ഞാനൊരു വയർ ടാഗൊക്കെ ഇട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കണക്ഷനും ബോർഡിലേക്ക് കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ഐക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.